വിവാഹശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞു ആനന്ദവർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുനർനിർമ്മാണത്തിനാണെന്നും പറഞ്ഞ് 5 കോടി രൂപ എന്റെ കക്ഷിയുടെ മമ്മി സുരഭിയിൽ നിന്നും ഐശ്വര്യയുടെ ഭർത്താവ് അരുൺ കൈപ്പറ്റിയിരുന്നു. ഇല്ല, ഇതൊന്നും സത്യമല്ല. കൂടാതെ അശ്വതി എന്ന സ്ത്രീയെ, അതും കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച ആളെ, ആനന്ദനിലയത്തിൽ ശ്യാമ, വസുന്ധര എന്നിവരുടെ ഒത്താശയോടെ അരുൺ താമസിപ്പിച്ചിരിക്കുകയാണ്. ശ്രീകുട്ടി എന്നൊരു കുട്ടി അശ്വതിക്ക് മകളായുണ്ട്. അത് അരുണിന്റെ കുഞ്ഞാണെന്ന് എന്റെ കക്ഷി ഐശ്വര്യയ്ക്ക് നല്ല സംശയമുണ്ട്. ഒരു പെണ്ണിന് ഒരു ഭാര്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ ചീറ്റിംഗ് ആണ്. ആദ്യം കോടതി അതിനാണൊരു പരിഹാരം കാണേണ്ടത്. എന്റെ കക്ഷി ഐശ്വര്യ നിഷ്കളങ്കയും സൽസ്വഭാവിയും സർവോപരി വിനയത്തോടുകൂടി മാത്രം മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ സദ്ഗുണ സമ്പന്നയായ എന്റെ കക്ഷി ഐശ്വര്യയെ നിരന്തരം മാനസിക പീഡനം അനുഭവിപ്പിക്കുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഐശ്വര്യയുടെ ഭർത്താവ് അരുൺ. ഇതിനെല്ലാം തന്നെ ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അരുണിന് എന്താ പറയാനുള്ളത്? യുവർ ഓണർ, ഈ പറഞ്ഞതെല്ലാം സത്യവിരുദ്ധമാണ്. 250 പവൻ സ്വർണമോ 5 കോടി രൂപയോ അതൊന്നും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അശ്വതി എന്ന സ്ത്രീ ആരാ? അതുപോലെ ശ്രീകുട്ടി. ഈ കേസ് അടുത്ത 21-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കേസ് ദിവസം അശ്വതിയും കോടതിയിൽ ഹാജരാക്കണം. മോനെ, കേസ് എന്തായടാ? ഡിവോഴ്സ് നടന്നല്ലോ. ആദി, എന്താടാ? അമ്മ മാറ്റിവെച്ചു കേസ്.
എന്താണ് എനിക്ക് മതിയായി, മടുത്തു അമ്മേ, എനിക്കിനി വയ്യ. വയ്യമ്മേ, മടുത്തുപോയമ്മേ, ആകെ മടുത്തുപോയി. എടാ മോനെ, നീ വിഷമിക്കാതെ. അരുണേ, ഇന്ന് ഡിവോഴ്സ് കേസ് ആരംഭിച്ചതല്ലേ ഉള്ളൂ. ഐശ്വര്യയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം. നേരെയാവും, എല്ലാം നല്ല വഴിക്ക് തന്നെ വരും. ഐശ്വര്യ തെറ്റുകാരിയാണെന്ന് ഒടുവിൽ കോടതിക്ക് എന്നെ ബോധ്യവും. എങ്ങനെ? വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഐശ്വര്യ ഏത് പച്ചക്കള്ളവും പറഞ്ഞ് കോടതിയെ പോലും വിശ്വസിപ്പിക്കാൻ അവൾ മിടിക്കുക. പിന്നെ എങ്ങനെയാട്ടാ നമ്മൾ ജയിക്കുക? പിന്നെ എങ്ങനെയാ കോടതിയെ നീതി കിട്ടുക? ഇല്ല, ഞാൻ രക്ഷപ്പെടില്ല. ഐശ്വര്യ അവളെനിക്ക് മോചനം തരില്ല. ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി എനിക്ക് അവളെ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, കൊല്ലുക, അവളെ കൊല്ലുക. എന്നിട്ട് ഞാൻ സമാധാനത്തോടെ ജയിലിൽ പോയി കിടക്കും. അമ്മേ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ചെയ്യും. ഞാനത് ചെയ്തിരിക്കും. ഐശ്വര്യയെ പരസ്യമായിട്ട് ഞാൻ വെട്ടിക്കൊല്ലും. ഞാൻ ചെയ്തിരിക്കും. ശ്യാമ, അരുണേണ്ണ ഐശ്വര്യത്തെ കൊന്നിട്ട് ജയിലിൽ പോവല്ലേ? അത് തീരുമാനിച്ചു അല്ലേ? ശ്യാമേ, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിക്ക. എന്നിട്ട് ഈ നിൽക്കുന്ന അരുണേന്റെ അഭി എന്താ ചെയ്യാൻ പോകുന്നേ? പറയ. ഇത്രയും നാൾ ഈ ഒരാളെ മാത്രം ഓർത്ത് ജീവിതത്തിൽ ഒരുപാട് വേദനിച്ച അശ്വതി ചേച്ചി. എന്നിട്ട് ഇവരെ എന്താ ചെയ്യേണ്ടത്? അല്ല ഏട്ടൻ പറയ. ഓക്കെ, അതെല്ലാം പോട്ടെ. ദാ ഈ കുഞ്ഞിന് അരുണേന്റെ ശ്രീകുട്ടി എന്ത് ചെയ്യണം? അതും കൂടി അരുണേട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ, കേക്കട്ടെ. ഇനി ഇവര് രണ്ടുപേരും ഇങ്ങനെ ജീവിതം വേദനിച്ച് തന്നെ കളയണോ അല്ലേ? ഒരിക്കലും ഇവർക്കൊരു സന്തോഷം വന്നൂടാ. അരുണേണ്ണ സമ്മതിക്കില്ല അല്ലേ? ഏട്ടാ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. അഖിൽ സാറും ഞാനും അമ്മയും ആദ്യേട്ടനും എല്ലാം കുറെ നാളായിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നേ? അരുണേട്ടനും അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാനല്ലേ? ആ ഒരു കാര്യം എന്താ ഏട്ടൻ ഓർക്കാത്ത? കോടതിയിൽ ഐശ്വര്യടുത്ത് കള്ളം പറഞ്ഞോട്ടെ, അത് പറയാതെ അവർക്ക് പറ്റില്ലല്ലോ. പക്ഷെ സത്യം അതെന്നായാലും മറ നീക്കി പുറത്തു വരും.
കോടതിയിൽ അവസാന വിജയം നമുക്കായിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ കണ്ണനിൽ മനസ്സർപ്പിച്ചിരിക്കാം. ആരും എന്നെ വിശ്വസിക്കണ്ട, പക്ഷെ കൃഷ്ണനെ വിശ്വസിക്കാലോ. ഒടുവിൽ സത്യം തന്നെ വിജയിക്കും. ശ്യാമേ, ഞാൻ ആകെ പേടിച്ചു പോയി. എന്തിനാ ചേച്ചി പേടിക്കുന്നേ? അരുണേട്ടൻ അശ്വതേച്ചി ശ്രീകുട്ടിയും അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അരുണേട്ടൻ ആരെയും കൊല്ലില്ല. അതിന് അരുണേട്ടനാവില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ മമ്മി, ഇന്ന് കോടതിയില് ശ്യാമയും അരുണും നിൽക്കുന്നൊരു നിൽപ്പ് കാണണമായിരുന്നു. ആകെ ചമ്മി നാറി. ഹോ, ഓർക്കുമ്പോഴേ എനിക്ക് ഇപ്പോഴും ചിരി വരിക. എന്നിട്ട് എന്തായി മോളെ പറയടി കേക്കട്ടെ. എന്താവാനാ, ഇനി അശ്വതി കോടതിയിൽ ഹാജരാവണം. അരുണും അശ്വതിക്കും ശിക്ഷ ഉറപ്പാ. വേണം, അങ്ങനെ തന്നെ വേണം. ആ അശ്വതി ഇരുമ്പഴിക്കുള്ളിലാവണം. ഞാൻ കോടതിയില് വലിയ തുകയും സ്വർണമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും തരാതെ ഈ ഡിവോഴ്സിന് കോടതി സമ്മതിക്കില്ല. നന്നായി, അങ്ങനെ തന്നെ വേണം. പിന്നെ നമുക്ക് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ടായി മമ്മി. ആ ജയേഷ് പോലീസിനോട് ബീച്ചിലെ പ്രശ്നത്തിലെ എന്റെ പേര് പറഞ്ഞിട്ടില്ല. അതെയോ? അതും എന്റെ മോൾക്ക് രക്ഷയായല്ലോ. പക്ഷേ ജയേഷ് തിരിച്ചിറങ്ങിയ എന്നെ രക്ഷിച്ചതിന് വലിയൊരു തുക ആവശ്യപ്പെടും, അതുറപ്പാ. ആവശ്യപ്പെട്ടോട്ടെ, എന്നാലും തൽക്കാലം രക്ഷയായല്ലോ. അതൊരു വലിയ ഭാഗ്യമല്ലേടി മോളെ. ജയേഷ് വരുമ്പോഴേക്കും ആനന്ദ നിലയത്തിലെ സ്വത്തെല്ലാം അടിച്ചെടുത്ത് ഞാനും മമ്മിയും വലിയ പണക്കാരാവും, തീർച്ച. അതെ, അപ്പൊ എന്റെ മോൾക്ക് 5-10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ സില്ലി കേസല്ലേ. അതെടുത്താ ജയേഷിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞേക്കണം, അല്ല പിന്നെ. ഹലോ. ഹലോ, ശ്യാമയാ? ആ, മനസ്സിലായി, പറഞ്ഞോളൂ. സർ, അശ്വതേച്ച് കോർട്ടിൽ ഹാജരാക്കിയ അത് പ്രശ്നമാവില്ലേ? അതെ, ഞാനത് തുടക്കത്തിൽ സൂചിപ്പിച്ചതാ. അത് ഐശ്വര്യക്ക് കേസ് കൂടുതൽ അനുകൂലമാക്കും. അതുമാത്രമല്ല, മറ്റൊരു വിവാഹം, അതിലൊരു കുഞ്ഞ്, അത് മറച്ചു വെച്ച് ഐശ്വര്യയെ വിവാഹം കഴിച്ചു എന്നുള്ള ചീറ്റിംഗ് കേസിൽ അരുണ് റിമാൻഡിലാകും. സർ, ഇനി എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഐശ്വര്യ സ്വാധീനിക്കുക. വല്ല ക്യാഷ് കൊടുത്തോ, സെന്റിമെന്റ്സ് കാണിച്ചോ, എങ്ങനെയായാലും ശരി, മൊഴി മാറ്റി പറയാൻ ഐശ്വര്യയെ പ്രേരിപ്പിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ. അതിനുവേണ്ടി ശ്രമിക്കണം. അല്ലാതെ അരുണിനെ രക്ഷപ്പെടുത്താൻ വേറെ ഒരു മാർഗമില്ല.
ശരി സർ. ഓക്കെ. ഇതാര്? വസന്തരാമയും ശ്യാമയോ? വാ ഇരിക്ക്. എന്ത് വിശേഷം? അല്ല, കോടതിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കോടതിക്കാര്യം കോടതിയില്, ഇത് വീട്, ഇവിടെ വീട്ടിലെ കാര്യം, അത് മതി. ആ, അത് മതിയായിരുന്നു. പക്ഷെ വീട്ടിൽ വെച്ച് പറഞ്ഞ വാക്ക് കോടതി ചെന്നപ്പോ തെറ്റിച്ചില്ലേ? ഇത്തരം കാര്യങ്ങള് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. മാത്രമല്ല കോടതിയിൽ കേസ് നടക്കല്ലേ, അപ്പോ പുറത്ത് ഇത്തരം സംസാരങ്ങളൊന്നും പാടില്ലെന്നാണ് എന്റെ വക്കീല് പറഞ്ഞിട്ടുള്ളത്. 251 പവൻ സ്വർണവും കോടിക്കണക്കിന് രൂപയും ഇവിടെ ആരാ തട്ടിയെടുത്തത്? ഈ ഐഡിയ വക്കീൽ പറഞ്ഞതെന്നാണോ? വിവാഹം കഴിഞ്ഞ് കൊണ്ടുവന്ന ആഭരണങ്ങളില് മുക്കാഭാഗവും മുക്കുപണ്ടങ്ങളായിരുന്നു. നാണക്കേട് ഓർത്താ ആരും ഒന്നും പുറത്തു പറയാതിരുന്നത്. ഇവിടെ ഫാക്ടറിയുടെ ആവശ്യത്തിന് അരുൺ എന്നാ നിന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് കോടികൾ ആവശ്യപ്പെട്ടത്? പറയ്, കേക്കട്ടെ. ഞാൻ പറയില്ല. കോടതിക്കാര്യം കോടതിയില്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എന്ന് പറഞ്ഞാ നിനക്ക് ഇതിനൊന്നും മറുപടി പറയാനില്ല അല്ലേ? നിങ്ങൾ രണ്ടാളും എന്നിങ്ങനെ ക്രോസ് ചെയ്യാതെ കോടതിയിൽ ഫൈറ്റ് ചെയ്യ്, എന്നിട്ട് വിജയിച്ച് കാണിക്ക്. കോടതിയില് ഞാൻ പറയുന്നതാണ് ശരി, എനിക്കാണ് വിജയം. അത് പേടിച്ച ഇപ്പൊ രണ്ടാളും എന്റെ അടുത്ത് വന്നിരിക്കുന്നേ, എന്റെ ദയക്ക് വേണ്ടി. ഇന്ന് കോടതി കണ്ടതേ വെറും സാമ്പിളാ. ഇനി ഐശ്വര്യ ആരാണെന്ന് അരുണും ഇവിടെ എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അശ്വതി, അരുണിന്റെ അഭി. അവളെ കോടതിയിൽ ഞാൻ നിർത്തിപ്പൊരിക്കും. ഐശ്വര്യ പറയുന്നേ.